നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ സിസിടിവി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ഉൽ ഫിത്തർ ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. വ്രതശുദ്ധിയിൽ ചൈതന്യം നേടിയെടുത്ത മനസ്സുമായി ഇസ്ലാം സമൂഹം ചെറിയ പെരുന്നാൾ അഥവാ ഈദ് ഉൽ ഫിത്തർ ആഘോഷിച്ചു. ലഹരിവിരുദ്ധ സന്ദേശങ്ങൾക്ക് പ്രാധാന്യം നൽകി പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. പാലയൂർ മഹാതീർത്ഥാടനത്തിനോടനുബന്ധിച്ചുള്ള 26ാം ബൈബിൾ കൺവെൻഷന് തുടക്കം. തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ ബൈബിൾ പ്രതിഷ്ഠ നടത്തി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ സമരം 50ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ മുടിമുറിച്ച് നടത്തുന്ന പ്രതിഷേധത്തിന് പിന്തുണയുമായി ബി.ജെ.പി. ഗുരുവായൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ ബി.ജെ.പി. നേതാക്കൾ തലമുണ്ഡനം ചെയ്ത് ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. തലമുറകൾക്ക് മാതൃഭാഷയുടെ മാധുര്യം പകർന്ന ആൻഡു മാസ്റ്ററെ ദേശം ആദരിച്ചു. ആദരം മാതൃഭാഷയ്ക്കും ആൻഡുമാഷിനും എന്ന പേരിൽ മലയാള മഹോത്സവം, ഭാഷാഭിമാന അക്ഷരമാല, ശില്പസമർപ്പണം, പുസ്തകപ്രകാശനം, മലയാള തിലക സാക്ഷ്യപത്ര വിതരണം തുടങ്ങിയ പരിപാടികളോടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. വ്രതശുദ്ധിയിൽ ചെറിയ പെരുന്നാൾ ആഘോഷം. വ്രതശുദ്ധിയിൽ ചൈതന്യം നേടിയെടുത്ത മനസ്സുമായി ഇസ്ലാം സമൂഹം ചെറിയ പെരുന്നാൾ അഥവാ ഈദ് ഉൽ ഫിത്തർ ആഘോഷിച്ചു. സ്വന്തം അനുഭവത്തിലൂടെ വിശപ്പറിഞ്ഞ് മറ്റുള്ളവരെ കൈകോർത്ത് പിടിച്ചാണ് മാനവ സന്ദേശം പരത്തി മുസ്ലിം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വലിയ സന്ദേശം നൽകുന്ന ആഘോഷം കൂടിയാണ് ഈദ് ഉൽ ഫിത്തർ എന്ന ചെറിയ പെരുന്നാൾ. ഫിത്തർ സക്കാത്തുകൾ നൽകി തനിക്കറിയുന്ന ആരും പെരുന്നാൾ ദിനം പട്ടിണി കിടക്കുന്നില്ല എന്നുകൂടി വിശ്വാസികൾ ഉറപ്പുവരുത്തുന്ന ദിവസം. പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക, അല്ലാഹു നൽകിയ ഭക്ഷണത്തിൽ പങ്കുവെക്കലുകൾ ഉണ്ടാവുക എന്നിവയാണ് ഈ പെരുന്നാളിന്റെ പ്രധാന ഘടകങ്ങൾ. ചന്ദ്രചക്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ വ്യത്യസ്ത ദിനങ്ങളിലാണ് എല്ലാ വർഷവും പെരുന്നാൾ ആഘോഷം. ഞായറാഴ്ച വൈകിട്ട് മലപ്പുറം പൊന്നാനിയിലും കോഴിക്കോട് കാപ്പാടുമാണ് ചന്ദ്രപ്പിറവി ദൃശ്യമായത്. ഇതോടെയാണ് മുസ്ലിം സമൂഹം നോമ്പ് 29 പൂർത്തിയാക്കി ആഘോഷത്തിലേക്ക് കടന്നത്. അച്ചടക്കവും വിശുദ്ധിയും ദൈവഭക്തിയും സഹജീവി സ്നേഹവും പരോപകാരപ്രിയവുമുള്ള വിശ്വാസി സമൂഹത്തെ രൂപപ്പെടുത്താനുള്ള പരിശീലനകാലമായിരുന്നു റമദാൻ മാസം. സ്രഷ്ടാവിലേക്ക് സ്വയം അർപ്പിച്ച പ്രാർത്ഥനാ നിർഭരമായ ദിനരാത്രങ്ങൾ സമ്മാനിച്ച ആത്മവിശുദ്ധിയോടെയും ഊർജ്ജത്തോടെയുമാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് കടന്നത്. പുണ്യങ്ങളുടെ പെരുമഴക്കാലമാണ് കടന്നുപോയത്. ജീവിതകാലത്ത് ചെയ്ത എല്ലാ തിന്മകളെയും കരിച്ചുകളയാൻ റമസാനിലെ ആരാധനാ കർമ്മങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇസ്ലാം വിശ്വാസം. ശാരീരികവും ആത്മീയവുമായുള്ള ശുദ്ധീകരണമാണ് നോമ്പിന്റെ പ്രധാന ലക്ഷ്യം. ഈദ് ഉൽ ഫിത്തറിന്റെ ദിനത്തിൽ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് പ്രഭാതത്തിൽ പ്രാർത്ഥനയിൽ മുഴുകുന്നു. കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കുമിടയിൽ സമ്മാനങ്ങൾ കൈമാറുന്നതും മധുരപലഹാരങ്ങൾ കൊടുക്കുകയും അയൽവീടുകളിലെ കുടുംബവീടുകളിലും സന്ദർശനവും ഇതിൽ ഉൾപ്പെടും. പള്ളികളിലേക്കും പ്രത്യേകം സജ്ജമാക്കിയ ഈദ് മൈതാനിയിലേക്കും എത്തിയാണ് വിശ്വാസികൾ പ്രാർത്ഥനകളിൽ ഏർപ്പെടുന്നതും പരസ്പരം സാഹോദര്യം പങ്കുവയ്ക്കുന്നതും. തുടർന്ന് പ്രിയപ്പെട്ടവരുടെ കബറിടത്തിലെത്തി പ്രാർത്ഥന നടത്തും. ചെറിയ പെരുന്നാൾ ആശംസകൾ നേരാൻ ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത പാണക്കാടെത്തി. നാഷണൽ കൌൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ അധ്യക്ഷനും ഓർത്തഡോക്സ് സഭയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റുമായ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലെത്തി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ചു. തങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ചെറിയ പെരുന്നാളിന്റെ ആശംസകൾ നേർന്ന സൌഹൃദം പുതുക്കി. സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ എന്നിവർ ചേർന്ന മെത്രാപ്പൊലീത്തയെ സ്വീകരിച്ചു. മതസാമുദായിക സൌഹൃദം ഇന്നിന്റെ ആവശ്യമാണ്. സമുദായങ്ങൾ ഒന്നിച്ചു നിന്ന് ലഹരി ഉൾപ്പെടെയുള്ള മഹാവിപത്തുകൾക്കെതിരെ പോരാടി മനുഷ്യകുലത്തെ നന്മയിലേക്ക് നയിക്കണമെന്ന് മെത്രാപ്പൊലീത്ത പറഞ്ഞു. സഭയ്ക്ക് മുഴുവനും വേണ്ടി ഈദ് ആശംസകൾ പറയാൻ
റമദാൻ മാസത്തിന്റെ അവസാനത്തിൽ നന്മയുടെ സന്ദേശം സമൂഹത്തിന് നൽകുക എന്ന ലക്ഷ്യത്തിലാണ് മെത്രാപ്പൊലീത്തയുടെ സന്ദർശനം. കുന്നംകുളം ടൗൺ സുന്നി ജുമാ മസ്ജിദ് ഖത്തീബ് നിസാർ അലി വാഫി, കുന്നംകുളം നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് അംഗം ഗഫൂർ, ടൗൺ സുന്നി ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഇ പി കമറുദ്ദീൻ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ യുവജന പ്രസ്ഥാന കേന്ദ്ര ട്രഷറർ രഞ്ജു എം ജോയ്, മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി ഓർഗനൈസിംഗ് സെക്രട്ടറി ജിന്നി കുരുവിള, ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ ഷെമീർ ഇഞ്ചിക്കാലയിൽ, EMK ജിഷാർ എന്നിവർ മെത്രാപ്പൊലീത്തയോടൊപ്പം ഉണ്ടായിരുന്നു. തക്ബീർ ധ്വനികൾ ഉയർന്ന പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. ലഹരിവിരുദ്ധ സന്ദേശങ്ങൾക്ക് പ്രാധാന്യം നൽകി പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. എരുമപ്പെട്ടി മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബയ്ക്കും ഖത്തീബ് അത്തീബുർ റഹ്മാൻ ബാഖവി നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് അബ്ബാസ് കാരങ്ങിൽ പെരുന്നാൾ സന്ദേശം നൽകി. സമൂഹ പ്രാർത്ഥനയും ഖബർ സിയാറത്തും നടന്നു. മധുര വിതരണവുമുണ്ടായി. പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്ത് കരിക്കാട് വില്ലന്നൂർ മഹൽ നിവാസികൾ. നമസ്കാരത്തിനു ശേഷം വില്ലന്നൂർ മുഹീദ്ദീൻ ജുമാ മസ്ജിദ് ഖത്തീബ് മുസ്തഫ ഫൈസി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പെരുന്നാൾ നമസ്കാരത്തിനെത്തിയവർ കൈരളി ക്ലബ് അംഗങ്ങൾ, UAE VMC കമ്മിറ്റി അംഗങ്ങൾ, കൈരളി ട്രസ്റ്റ് ഭാരവാഹികൾ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ ലഹരി വിരുദ്ധ പ്രതിജ്ഞയിൽ പങ്കെടുത്തു. ഈദ്ഗാഹിൽ നിന്നും പതിവ് തെറ്റാതെ ഷെഹരിയാറും സഹോദരിമാരും ഇത്തവണയും പെരുമ്പിലാവിലും പരിസരങ്ങളിലും പെരുന്നാൾ മധുരം വിതരണം ചെയ്യാനെത്തി. മധുരവുമായി കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രന്റെ കടയിലെത്തിയ കുട്ടികളെ അദ്ദേഹം അനുമോദിച്ച് ആശംസകൾ നേർന്നു. മതസൗഹാർദ്ദ സാഹോദര്യ സന്ദേശമോദിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷമായി പതിവ് തെറ്റിക്കാതെ ഷെഹരിയാറും സഹോദരിമാരും പെരുന്നാൾ ദിനത്തിൽ ഓട്ടോ തൊഴിലാളികൾക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലുള്ളവർക്കും പെട്രോൾ പമ്പ്, ടാക്സി തൊഴിലാളികൾക്കും മധുര വിതരണം ചെയ്തു. എടക്കര മുഹീദ്ദീൻ ജുമാ മസ്ജിദ് അബൂബക്കർ ലത്തീഫി, കുഴിങ്ങര ജുമാ മസ്ജിദ് ഇസ്മായിൽ ഫൈസി, വെട്ടിപ്പുഴ റഹ്മ ജുമാ മസ്ജിദ് ഷാക്കിർ ഫൈസി, പനന്തറ ഉരുളുമൽ ജുമാ മസ്ജിദ് ഹസൻ ഫൈസി, വടക്കേപ്പുനീർ പിലാക്കാട്ടേൽ ജുമാ മസ്ജിദ് ഷിഹാബുദ്ദീൻ അസ്ഹരി, കൗക്കാനപ്പെട്ടി ജുമാ മസ്ജിദ് സക്കറിയ ഫൈസി, തൊഴിയൂർ പാലേമാവ് ജുമാ മസ്ജിദ് മുഹീദ്ദീൻ ദാരിമി, പരൂർ ഞാലിൽ ജുമാ മസ്ജിദ് അഹമ്മദ് കബീർ സഖാഫി, ചെമ്മണ്ണൂർ ജുമാ മസ്ജിദ് അലി ദാരിമി, പറയങ്ങാട് ജുമാ മസ്ജിദ് ഷർഫുദ്ദീൻ ഫൈസി, മണികണ്ഠേശ്വരം സ്വഹാബ ജുമാ മസ്ജിദ് ഹാഫിൽ നസീർ ലത്തീഫി, എടക്കഴൂർ ഖാദിരിയ ജുമാ മസ്ജിദ് ഹാരിസ് ഫൈസി, എടക്കഴൂർ ജുമാ മസ്ജിദ് മുഹമ്മദ് ദാരിമി അരിമ്പ്ര, വയലത്തൂർ ജുമാ മസ്ജിദ് മുഹമ്മദ് ഷാഫി അൽ ഹൈതമി, കല്ലൂർ ജുമാ മസ്ജിദ് മുഹമ്മദ് റിയാസ് അലി ഹുദവി, മന്ദലാങ്കുന്ന് ജുമാ മസ്ജിദ് നിസാർ ഹസനി, പരൂർ മാഞ്ചിറ മസ്ജിദ് ഫൈസൽ സഖാഫി, ചെമ്മണ്ണൂർ വടക്കേക്കുന്ന് മസ്ജിദ് ഇസ്മായിൽ സുഹരി, അംബാല താഹ ജുമാ മസ്ജിദ് സാലിഹ്, മന്ദലാകുന്ന് യാസിൻ മസ്ജിദ് ഹുസൈൻ ഫൈസി, അണ്ടത്തോട് ജുമാ മസ്ജിദ് മുഹമ്മദ് അഷ്റഫി, അകലാട് പുത്തൻപള്ളി ജുമാ മസ്ജിദ് PT അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ, അണ്ടത്തോട് തങ്ങൾപ്പടി ഇലാഹിയ ജുമാ മസ്ജിദ് ഹുസൈൻ അഷ്റഫി, അകലാട് റൗളത്തു നബവി മസ്ജിദ് ഹാഫിൽ മുഹമ്മദ് ഉവൈസ് ദാരിമി, മന്ദലാങ്കുന്ന് കുന്നത്ത് മസ്ജിദ് അഷ്കർ അലി ബദരി, മന്ദലാങ്കുന്ന് മുഹീദ്ദീൻ ജുമാ മസ്ജിദ് ലത്തീഫ് ദാരിമി, അകലാട് ഖാദിരിയ ജുമാ മസ്ജിദ് ജാബിർ ഫൈസി, അകലാട് മൊയ്തീൻ പള്ളി സയ്യിദ് ഹാഷിം തങ്ങൾ, അകലാട് ഒറ്റേനി മസ്ജിദ് ഉമർ ബിൻ ഖത്തീഫ് ഷെരീഫ് ഫൈസി, അകലാട് നാലാംകല്ല് ഹാജിയാർ മസ്ജിദ് അബൂബക്കർ ഫൈസി, മുത്തുവമൽ ജുമാ മസ്ജിദ് മുസ്തഫ സാദി, വടുതല ഉള്ളിശ്ശേരി ജുമാ മസ്ജിദ് സുബൈർ കമാലി, എടക്കരൂർ നാലാംകല്ല് പാതിരിക്കടവ് ബദർപ്പള്ളി സൈദലവി ദാരിമി തുടങ്ങിയവരും അണ്ടത്തോട് ഹിറ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈദ്ഗാഹിൽ, അബ്ദുൾ സമദ് അണ്ടത്തോട് വന്നേരി സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ ഈദ്ഗാഹിൽ, താജുദ്ദീൻ മൗലവി വടക്കേക്കാട് MNT ഗ്രൗണ്ടിൽ വടക്കേക്കാട് ഈദ്ഗാഹ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ TJ ലുക്മാൻ, ആൽത്തറ ടൗൺ മസ്ജിദ് കോമ്പൗണ്ടിൽ നടത്തിയ ഈദ്ഗാഹിൽ യഹിയ ഫുർഖാനി, പാലപ്പെട്ടി ഈദ്ഗാഹിൽ ഇബ്രാഹിം സലഫി, ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരത്തിൽ നടത്തിയ ഈദ്ഗാഹിൽ മുനീർ വരന്തരപ്പിള്ളി, മന്ദലാങ്കുന്ന സലഫി മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈദ്ഗാഹിൽ അബ്ദുൾ മാജിദ് സലഫി പട്ടാമ്പി തുടങ്ങിയവർ നേതൃത്വം നൽകി. സമാധാനത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷം ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ഇസ്ലാം അനുശാസിക്കുന്ന തരത്തിൽ മനസ്സിനെ താളം തെറ്റിക്കുന്ന ലഹരിയിൽ നിന്നും അകന്ന് കുടുംബങ്ങളിലേക്ക് അടുത്ത് നോമ്പിലൂടെ നേടിയെടുത്ത ചൈതന്യവും ഫിത്തർ സക്കാത്തിലൂടെ പഠിച്ച പരോപകാര നന്മയും എല്ലാ ദിനങ്ങളിലും പ്രാവർത്തികമാക്കി ജനങ്ങൾ തമ്മിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിന് ഓരോരുത്തരും തയ്യാറാകണമെന്ന് ഈദ് സന്ദേശത്തിലൂടെ അബ്ദുൾ മാജിദ് സലഫി പറഞ്ഞു.
മണികണ്ഠേശ്വരം മദ്രസത്തുൽ മുഹമ്മദിയ ജുമാഅത്ത് പള്ളിയിൽ ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് ആഫിൽ നാസർ ലത്തീഫി കാർമ്മികത്വം വഹിച്ചു. ഭാരവാഹികളായ അബ്ദുൾ റഷീദ്, ഹസീസ് ഹാജി, സലാവുദ്ദീൻ, അബൂബക്കർ, ബേബി മാലിക് എന്നിവർ നേതൃത്വം നൽകി. ഞമനേങ്ങാട് മഹല്ല് ജുമാഅത്ത് പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല് ഖത്തീബ് സുലൈമാൻ സുബൈർ സഹീദ് കാർമ്മികത്വം വഹിച്ചു. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ നൌഷാദ് ഹാജി വല്ലശ്ശേരി, മജീദ് മാസ്റ്റർ, നബീൽ NMK, കുഞ്ഞിമോൻ ഹാജി, റസാഖ് ഹാജി എന്നിവർ നേതൃത്വം നൽകി. മധുര വിതരണവും ഉണ്ടായി. വയലത്തൂർ മഹല്ല് ജുമാഅത്ത് പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല് ഖത്തീബ് ഷാഫി ഹൈത്തമി കാർമ്മികത്വം വഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ സന്ദേശവും നൽകി. കമ്മിറ്റി ഭാരവാഹികളായ കാസിം ഹാജി, കലാം കൊടവന, ഉമ്മർ ചെപ്പുള്ളി, ഖാദർ ജലീൽ വെട്ടിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. കല്ലൂർ മഹലിൽ മഹല്ല് ഖത്തീബ് മുഹമ്മദ് റിയാസ് അലി ഹുദവി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ലഹരിക്കെതിരെ സന്ദേശം നൽകി. കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ്, ജനറൽ സെക്രട്ടറി CA ജാഫർ സാദിഖ്, സെക്രട്ടറി KA ഷരീഫ്, ട്രഷറർ VK ഫസ്ലുൽ അലി എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് പള്ളിക്കുളം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ നിസ്കാരശേഷം മഹല്ല് നിവാസികളെ പങ്കെടുപ്പിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഖത്തീബ് അബൂബക്കർ ഹിഷാമി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. അബൂബക്കർ സിദ്ദിഖ് നുജ്മി, മഹല്ല് പ്രസിഡന്റ് TV കുഞ്ഞുമുഹമ്മദ് സാഹിബ്, ജനറൽ സെക്രട്ടറി ഗഫൂർ പള്ളിക്കുളം, ട്രഷറർ CK കുഞ്ഞുമുഹമ്മദ്, ഭാരവാഹികളായ KM മൊയ്തു ഹാജി, KM റിയാസ്, CM സാലിഹ്, KK ഉസ്മാൻ, മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ, മഹല്ല് നിവാസികൾ എന്നിവർ പങ്കെടുത്തു. സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ SKSSF പന്നിത്തടം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ ദിനത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണം വിതരണം ചെയ്തു. വീടുകളിൽ തയ്യാറാക്കുന്ന പെരുന്നാൾ ഭക്ഷണത്തിൽ നിന്നുമാണ് രോഗികൾക്കു വേണ്ടി ആശുപത്രിയിൽ ഭക്ഷണം എത്തിച്ചു നൽകിയത്. സഹചാരി പന്നിത്തടം യൂണിറ്റ് ചെയർമാൻ സയ്യിദ് ശിഹാബ് തങ്ങൾ ഐദ്രോസി ഉദ്ഘാടനം ചെയ്തു. സഹചാരി പന്നിത്തടം യൂണിറ്റ് കൺവീനർ ഹാഫിൾ റഫീഖ് ഫൈസി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അനസ് നിസാമി, സെക്രട്ടറി ഷാഹിദ് ഫൈസി, സുൽത്താൻ അഹമ്മദ്, അഷ്കർ മുസ്ലിയാർ, യഹിയ ഗാദിരി എയ്യാൽ, സിനാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടുതല ഉള്ളിശ്ശേരി ജുമാ മസ്ജിദിൽ നടന്ന ചെറിയ പെരുന്നാളിന്റെ ഗുത്തുബയ്ക്കും നമസ്കാരത്തിനും മഹല്ല് ഖത്തീബ് കമാലി സുബൈർ അൻവരി നേതൃത്വം നൽകി. പിള്ളക്കാട് മുസ്ലിം ജുമാഅത്ത് പള്ളി കമ്മിറ്റി മയക്കുമരുന്നിനും ലഹരി വ്യാപനത്തിനുമെതിരെ പ്രതിജ്ഞയും ബോധവൽക്കരണവും നടത്തി. ഈദ് പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം പള്ളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മഹല്ല് ഖത്തീബ് സ്വാബിർ യമാനി അൽ ഹംദാനി കറുകമാട് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ബോധവൽക്കരണവും നടത്തി. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ലത്തീഫ് കുമ്മാത്ത്, വൈസ് പ്രസിഡന്റുമാരായ ഹംസമോൻ തങ്ങൾ, മുഹമ്മദ് അലി കമ്മാത്ത്, സെക്രട്ടറി PS ഹംസക്കുട്ടി, ജോയിന്റ് സെക്രട്ടറിമാരായ മുഹമ്മദ് റാഫി തങ്ങൾ, അഷ്റഫ് വലിയപറമ്പിൽ, ട്രഷറർ മൊയ്തുട്ടി പുതുവാടത്തയിൽ എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് മസ്ജിദ് റഹ്മ മഹല്ല് കമ്മിറ്റി അൻസാർ ക്യാമ്പസിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ ഗുത്തുബയ്ക്കും നമസ്കാരത്തിനും ഖത്തീബ് സലീം അമ്പാട് നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൽ ഫുർദാൻ മസ്ജിദ് അങ്കണത്തിൽ നടന്ന ഈദ്ഗാഹിൽ മുസ്തഫ ഹുസൈൻ ആറ്റൂർ നേതൃത്വം നൽകി. ആൽത്ര മഹല്ല് മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഷെരീഫ് അൻവരി, പരുവക്കുന്ന് മഹല്ല് മസ്ജിദിൽ അബ്ദുൾ റഹ്മാൻ ബാഖവി, കൊരട്ടിക്കര മഹല്ല് മസ്ജിദിൽ ആബിദ് അഹ്സനി, പെരുമ്പിലാവ് സെൻട്രൽ മഹൽ മസ്ജിദിൽ സിദ്ദിഖ് റഹ്മാനി എന്നിവർ നേതൃത്വം നൽകി. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും ഈദ്ഗാഹുകളിൽ പങ്കെടുത്തും മധുരം പങ്കിട്ടും സൗഹൃദങ്ങൾ പുതുക്കിയും ബന്ധുക്കളെ സന്ദർശിച്ചുമാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈദ് നിസ്കാരത്തിന് ശേഷം മസ്ജിദ് വിട്ടിറങ്ങിയവർക്ക് മധുര വിതരണം നടത്തി പൂരാഘോഷ കമ്മിറ്റി. തൂവാനൂർ കലിയുഗ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തൂവാനൂർ ജുമാ മസ്ജിദിന് മുന്നിൽ മതസൗഹാർദ്ദത്തിന്റെ മധുരം വിളമ്പിയത്. തട്ടകത്തെ പൂരം നടക്കുന്ന ദിവസം തന്നെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പായസ വിതരണം നടത്താൻ കലിയുഗ കമ്മിറ്റി അംഗങ്ങൾ മുന്നോട്ട് വരികയായിരുന്നു. രാവിലെ പള്ളിയിലെത്തിയവർക്ക് പെരുന്നാളിന്റെ ആശംസയ്ക്കൊപ്പം മധുരമൂറുന്ന പായസവും പൂരാഘോഷ കമ്മിറ്റിക്കാർ വിതരണം ചെയ്തു. കലിയുഗ പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി ജിതിൻ, പ്രസിഡന്റ് അതുൽ, ട്രഷറർ വൈശാഖ്, അംഗങ്ങളായ വിഷ്ണു, അപ്പു, ഹസനുൽ ബന്ന, രാഹുൽ, ശ്രേയസ്, സഞ്ജു, ഭാഗ്യ, ബിബിൻ എന്നിവർ നേതൃത്വം നൽകി. കൊമ്പത്തേൽപ്പടി സലഫ് മസ്ജിദിൽ നടന്ന ഈദ്ഗാഹ് ചടങ്ങുകൾക്ക് ഫളലുൽ ഹഖ് ഉമരി കാർമ്മികത്വം വഹിച്ചു. കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുറഹ്മാൻ, ഷക്കീർ, അബ്ദുൾ അസീസ് എന്നിവർ നേതൃത്വം നൽകി. പായസ വിതരണവും ഉണ്ടായി. മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒരു മാസം നീണ്ട തീവ്ര പരിശീലനം വ്രതാനന്തര ജീവിതത്തിൽ ഹൃദയവിശുദ്ധിയും വിശാല മനസ്സും പ്രതിഫലിപ്പിക്കാൻ പ്രയോജനപ്പെടുത്തണമെന്ന് TG ലുക്മാൻ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. വടക്കേക്കാട് ഈദ്ഗാഹ് കമ്മിറ്റി MNT ഹാളിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വടക്കേക്കാട് ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചായ സൽക്കാരവും ഉണ്ടായി.
വിശുദ്ധ റമദാന് പരിസമാപ്തി കുറിച്ച് പെരുന്നാളിനെ വരവേറ്റ് പുത്തംകുളത്തെ കുട്ടിപ്പട്ടാളം ചിറമനേങ്ങാട് കനിവ് ട്രസ്റ്റിന്റെ കീഴിലുള്ള എന്റെ വീട്ടിലെ അന്തേവാസികൾക്കായി മൈലാഞ്ചി അണിഞ്ഞും പെരുന്നാൾ ഗാനങ്ങൾ ആലപിച്ചും അമ്മമാർക്കൊപ്പം ഈ വർഷവും ആഘോഷമാക്കി. കഴിഞ്ഞ 3 വർഷത്തോളമായി പുത്തംകുളത്തെ കുട്ടിപ്പട്ടാളവും സംഘവും ഈ മാതൃക പിന്തുടരുകയാണ്. ആഘോഷ മൈലാഞ്ചി മണമാണ് ഇവരുടെ പെരുന്നാളിന്. പുണ്യരാവുകളുടെ തണുപ്പിൽ നിന്നും പതിയെ പെരുന്നാളിന്റെ ആമോദത്തിലേക്ക് നീങ്ങുമ്പോൾ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കനിവിലെ അമ്മമാരുടെ കൈകളിലെ മൈലാഞ്ചിയുടെ ഗന്ധമാണെന്ന് കനിവിലെത്തിയ കുരുന്നുകൾ പറഞ്ഞു. ആകാശത്തിൽ മുഴങ്ങുന്ന തക്ബീറിന്റെ ഈരടികൾ മനസ്സിലും ചുണ്ടിലും പകർന്ന് ഈദ്ഗാഹിലേക്ക് നീങ്ങുമ്പോൾ ആരുടെ കൈയാണ് കൂടുതൽ ചുവപ്പെന്നറിയാനുള്ള വെമ്പലായിരിക്കും തങ്ങളുടെ കുട്ടിക്കാലത്തെന്ന് അന്തേവാസികൾ കുട്ടികളോടും പറഞ്ഞു. തങ്ങളുടെ മനം നിറയെ പുത്തനുടുപ്പും അതിനൊപ്പിച്ച മാലയും വളയും കമ്മലും പുതുമണത്തിൽ നിറയുമ്പോൾ അതിൽ മൈലാഞ്ചിയുടെ പരിമളം ഒന്ന് വേറെ തന്നെയായിരുന്നുവെന്നും കനിവിലെ അന്തേവാസികൾ നെടുവീർപ്പിട്ട് പറഞ്ഞു. റമദാനിലെ അവസാന നോമ്പുതുറയും അന്തേവാസികൾക്കൊപ്പം നടത്തിയാണ് കുരുന്നുകൾ മടങ്ങിയത്. കനിവ് ട്രസ്റ്റ് മാനേജർ ബാപ്പുനു വി മുഹമ്മദ്, തേജസ് കോളേജ് അധ്യാപകൻ ബിബിൻ കൃഷ്ണ, പൊതുപ്രവർത്തകൻ എം എ കമറുദ്ദീൻ, കുട്ടിപ്പട്ടാളം ടീമംഗങ്ങളായ ഷഹരിയാർ എം കെ, തഹസിൻ ത്വാഹ, എം കെ ഷഹസിയ, ഇസ മറിയം, എം കെ ഷഹബിയ, ഇസ ആമിന, എം എച്ച് ജാസ്മിൻ എന്നിവർ പങ്കെടുത്തു. പ്രായാധിക്യത്തിന്റെയും ശാരീരിക അവശതകളുടെയും ബുദ്ധിമുട്ടുകൾക്കിടയിലും മുഴുവൻ നോമ്പുമെടുത്ത് പെരുന്നാൾ ആഘോഷിക്കുകയാണ് റുക്കിയുമ്മ. 97 വയസ്സ് പിന്നിട്ട തിരുനെല്ലൂർ പുതിയ വീട്ടിൽ റുക്കിയ ഈ പ്രായത്തിലും നോമ്പ് മുടക്കാൻ തയ്യാറല്ല. മുഴുവൻ നോമ്പുകൾ എടുക്കാനായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് റുക്കിയുമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നത്. വാർദ്ധക്യസഹജമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൃഢമായ വിശ്വാസമാണ് നോമ്പെടുക്കാൻ പ്രേരണയാകുന്നതെന്ന് റുക്കിയുമ്മ പറയുന്നു. കുറച്ച് ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കണല്ലേ, കുറച്ച് വയറ് വീർക്കല്, വയറിന് വേദന, വയറ്റിലൊക്കെ ബുദ്ധിമുട്ടും ആകെ കടത്തിലും വേദനൊക്കെ ഒക്കെ വന്നിട്ടും ഈ കയ്യണിയിൽ തീരെ ഒന്നിന് പറ്റില്ല, കൈ വേദന അതിനൊക്കെയുണ്ട് പിന്നൊന്നും പറയാൻ പറ്റില്ല. ചെറുപ്പം മുതലേ ശീലിച്ചതുകൊണ്ടാണ് ഇപ്പോഴും ഒരു പ്രയാസവുമില്ലാതെ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയുന്നത്. റമദാൻ മാസം കഴിഞ്ഞുള്ള 6ാം നോമ്പും എല്ലാ വർഷവും അനുഷ്ഠിക്കാറുണ്ട്. എല്ലാ വഖത്ത് നമസ്കാരവും മുടങ്ങാതെ അനുഷ്ഠിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയും സഹകരണവുമാണ് ഉമ്മയ്ക്ക് നോമ്പ് എടുക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. ഉമ്മയും മക്കളും പേരക്കുട്ടികളുമൊത്ത് ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷം അടിപൊളിയാക്കുകയാണ് കുടുംബം. ഉമ്മക്ക് ഇപ്പോഴും നമ്മൾ എന്ത് കൊടുത്താലും കഴിക്കും. ഒരു ഷുഗറോ പ്രഷറോ അങ്ങനെയുള്ളൊരു ഇതൊന്നുമില്ല. ഹാർട്ടിന് ചെറിയ പ്രയാസമുള്ള അതിന് മരുന്ന് കഴിക്കേണ്ട നല്ല കൂടുതലല്ലാതെ ഒരു പുലർച്ചെ സുബഹിക്ക് ഇതുവരെ എൻ്റെ ഓർമ്മയിലെ കാഴ്ചയിൽ ഉമ്മ നിസ്കരിക്കാതിരുന്നിട്ടില്ല. അതിൽ കഥ പോലും ആയിട്ടില്ല. അങ്ങനത്തെ ഒരു ചിട്ടയോടുകൂടിയുള്ള ജീവിതം ആയതുകൊണ്ടായിരിക്കും ഉമ്മക്ക് ഇപ്പോഴും ഈ 96 വയസ്സിൽ 30 നോമ്പ് എടുക്കാൻ സാധിച്ചത് എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റും മതിലും ഇടിച്ചു തകർത്തു. തിങ്കളാഴ്ച രാവിലെ 11:30 മാഞ്ഞാർ പാടത്തിന് സമീപമാണ് അപകടമുണ്ടായത്. കള്ളുമായി ഷാപ്പിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പാണ് നിയന്ത്രണം വിട്ട അപകടത്തിൽപ്പെട്ടത്. വാഹനം ഓടിച്ചിരുന്ന മങ്ങാട് ചാത്തൻകുളം അയ്യങ്കാവിൽ നികത്ത് രഘു, കൂടെയുണ്ടായിരുന്ന കടങ്ങോട് തെക്കുമുറി കുഴിപ്പറമ്പിൽ സുരേന്ദ്രൻ എന്നിവർക്ക് പരിക്കേറ്റു. രഘുവിന് തലയ്ക്കും സുരേന്ദ്രന് തോളിനുമാണ് പരിക്ക്. ഇവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് മുറിഞ്ഞു വീഴുകയും വീട്ടുമതിൽ തകരുകയും ചെയ്തു. പാലയൂർ മഹാതീർത്ഥാടനത്തിനോടനുബന്ധിച്ചുള്ള 26ാം ബൈബിൾ കൺവെൻഷന് തുടക്കമായി. ജപമാലയോടുകൂടിയാണ് ശുശ്രൂഷകൾ ആരംഭിച്ചത്. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് മുഖ്യ കാർമ്മികനായി നടത്തിയ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ബൈബിൾ പ്രതിഷ്ഠ നടത്തുകയും തിരിതെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ഗാഗുൽത്ത ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ബെന്നി പീറ്റർ വെട്ടിക്കാനക്കുടിയുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടക്കുന്നത്. സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻ പാണേങ്ങാടൻ എന്നിവർ സംസാരിച്ചു. ബൈബിൾ കൺവെൻഷൻ ഫൊറോന ഇൻചാർജ് ഫാദർ ലിവിൻ ചൂണ്ടൽ, കൺവീനർ ജോയ് ചിറമൽ, മഹാതീർത്ഥാടനം കൺവീനർ തോമസ് ചിറമൽ, തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു ആന്റോ, ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ചാക്കോ പുലിക്കോട്ടിൽ, പി എ ഹൈസൺ, സേവ്യർ വാഗയിൽ, സിസ്റ്റർ ടെസ്ലിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആശാവർക്കർമാരുടെ സമരം 50ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ മുടി മുറിച്ച് നടത്തുന്ന പ്രതിഷേധത്തിന് പിന്തുണയുമായി BJP.
ഗുരുവായൂർ നഗരസഭാ ഓഫീസിനു മുന്നിൽ BJP നേതാക്കൾ തലമുണ്ഡനം ചെയ്ത് ഐക്യദാർഢ്യം അറിയിച്ചു. BJP ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വേറിട്ട പ്രതിഷേധം നടത്തിയത്. പാർട്ടി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് അധ്യക്ഷനായി. കൾച്ചറൽ സെൽ സംസ്ഥാന കൺവീനർ രാജൻ തറയിൽ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, BJP ഗുരുവായൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി VV വാസുദേവൻ, സുജയൻ മാമ്പുള്ളി, മനീഷ് കുളങ്ങര, ശോഭ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ്, KC രാജു, ബിനീഷ് തറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അനിൽ മഞ്ചരമ്പത്ത്, സുജയൻ മാമ്പുള്ളി, മനീഷ് കുളങ്ങര, KC രാജു, ബിനീഷ് തറയിൽ, ജിഷാദ് ശിവൻ, പ്രസന്നൻ വലിയ പറമ്പിൽ, ജിതുൻലാൽ, ദിലീപ് വടക്കേക്കാട്, KK സുമേഷ് കുമാർ, ദീപക് തിരുവെങ്കിടം, കൃഷ്ണൻ നന്ദ എന്നിവർ തലമുണ്ഡനം ചെയ്തു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന പള്ളിയിൽ അർണോസ് പാദ്രിയുടെ ഭാരത പ്രവേശനത്തിന്റെ ത്രൈശതോത്തര രജത ജൂബിലി ആഘോഷിച്ചു. അർണോസ് കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ പൊതുയോഗം തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി അധ്യക്ഷനായി. കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പാവതി പൊയ്പാടത്ത് പുത്തൻപാനയുടെ സംഗീത അവതരണം നടത്തി. അർണോസ് അക്കാദമി ഡയറക്ടർ ഫാദർ ജോർജ് തേനാടിക്കുളം, SJ അസിസ്റ്റന്റ് വികാരി ഫാദർ ജിജി മാളിയേക്കൽ, കൈക്കാരൻ സാബു കുറ്റിക്കാട്ട്, അർണോസ് വോയ്സ് സെക്രട്ടറി CJ പിനോജ്, കലാകേന്ദ്രം പ്രസിഡന്റ് വിൻസെന്റ് പാടൂർ ചാലക്കൽ, സെക്രട്ടറി ലീന ആന്റണി, വൈസ് പ്രസിഡന്റ് PP യേശുദാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് അർണോസ് പാദ്രി രചിച്ച പുത്തൻപാനയുടെ അവതരണവും ഉണ്ടായി. സഹോദരന്മാരെ, വേലൂർ ഇടവകാംഗങ്ങളെ, കലാകേന്ദ്രം, അതുപോലെ തന്നെ വോയ്സ് വേലൂർ വോയ്സിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള വ്യക്തികളെ, സഹോദരന്മാരെ, ആദ്യമായി തന്നെ അർണോസ് പാദ്രിയുടെ ഭാരത പ്രവേശനത്തിന്റെ ത്രിശതോത്തര രജത ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും ആദ്യമായിട്ട് തന്നെ നേരുകയാണ്. 325 വർഷം ഭാരത പ്രവേശനം നടത്തി 1700-ലാണ് ഈ അർണോസ് പാദ്രി ഭാരതത്തിലേക്ക് കടന്നു വന്നത്. കുന്നംകുളം നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ 24-ാം വാർഡ് ചീരംകുളത്തെ ചെറുവത്തൂർ SSC നഗർ കുടിവെള്ള പദ്ധതിയുടെയും ബൈലൈൻ റോഡിന്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. ചെറുവത്തൂർ SC നഗർ കുടിവെള്ള പദ്ധതി 4,60,000 രൂപയും ബൈലൈൻ 250 മീറ്റർ റോഡിന് 5,20,000 രൂപയുമാണ് ചിലവഴിച്ചത്. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സോമശേഖരൻ, കൌൺസിലർമാരായ ബിനീഷ്, വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. തലമുറകൾക്ക് മാതൃഭാഷയുടെ മാധുര്യം പകർന്ന ആൻഡു മാസ്റ്ററെ ദേശം ആദരിച്ചു. ആദരം മാതൃഭാഷയ്ക്കും ആൻഡുമാഷിനും എന്ന പേരിൽ മലയാള മഹോത്സവം, ഭാഷാഭിമാന അക്ഷരമാല, ശില്പസമർപ്പണം, പുസ്തക പ്രകാശനം, മലയാള തിലക സാക്ഷ്യപത്ര വിതരണം തുടങ്ങിയ പരിപാടികളോടെയാണ് ആദരച്ചടങ്ങ് സംഘടിപ്പിച്ചത്. മാതൃഭാഷാ പഠനം സാമൂഹിക ഇടപെടലിന് എന്ന ആശയവുമായി ഭാഷാബോധന സംഘടനാ രംഗത്ത് 33 വർഷക്കാലം പ്രവർത്തിച്ച ഔദ്യോഗിക സേവനത്തിൽ നിന്ന് AD ആൻഡു മാസ്റ്റർ വിരമിക്കുന്നതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ആദര സദസ്സ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. Dr. R. സുരേഷ് എഡിറ്റ് ചെയ്ത മലയാളത്തിന്റെ ആൻഡുമാഷ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം MP സുരേന്ദ്രൻ യുവ എഴുത്തുകാരിയും ആൻഡുമാസ്റ്ററുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായ Dr. P. രശ്മിക്ക് നൽകി പ്രകാശനം ചെയ്തു. മലയാള സർവകലാശാല എഴുത്തച്ഛൻ പഠന കേന്ദ്രം ഡയറക്ടർ Dr. KM അനിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ദേശത്തിന്റെ ആദരമായി ഭാഷാഭിമാന അക്ഷരമാല ശില്പം കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ആൻഡു മാസ്റ്റർക്ക് സമർപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥി അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു ആമുഖ പ്രഭാഷണം നടത്തി. ഫാദർ വർഗീസ് പാലത്തിങ്കൽ പ്രശസ്തി ബലകം സമ്മാനിച്ചു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു, ഡോക്ടർ ജോഷി തോമസ്, സാജൻ KH, ഡോക്ടർ AM റീന, PD പ്രകാശ് ബാബു, N ഹരീന്ദ്രൻ, K ജയഭൂഷൺ, V സജീഷ് ചന്ദ്രൻ, P ഉഷ, KS കവിത, വല്ലച്ചിറ രാമചന്ദ്രൻ, PA ബഷീർ, PJ സ്റ്റൈജു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന മലയാള മഹോത്സവം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ SS ജയകുമാർ അധ്യക്ഷത വഹിച്ചു. കവി P രാമൻ ചൊൽക്കാഴ്ച അവതരിപ്പിച്ചു. +2 മലയാളം പരീക്ഷയിൽ ജില്ലയിൽ 100-ൽ 100 മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് കണ്ടാണിശ്ശേരി പഞ്ചായത്തും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗവും കോവിലൻ ട്രസ്റ്റ് കണ്ടാണിശ്ശേരിയും ഏർപ്പെടുത്തിയ
മലയാള തിലക സാക്ഷ്യപത്രം വിതരണം ചെയ്തു. തുടർന്ന് കദ്രോല ഫോക്ക് ബാൻഡ് അവതരിപ്പിച്ച നാടൻ പാട്ടിന്റെ അവതരണം സുനിൽ ചൂണ്ടൽ, രഞ്ജിത്ത് ചിറ്റാടെ, ശ്രീനു പെരുമ്പിലാവ്, ഹർഷീം എന്നിവർ നേതൃത്വം നൽകിയ സംഗീത വിരുന്നും അരങ്ങേറി. അനീഷ് ആളൂരും നവീൻ പൈനിത്തടവും സിബി താണിക്കലും നിർമ്മിച്ച മലയാള മണ്ഡപത്തിൽ നിന്നുള്ള ഘോഷയാത്രയും ആദരച്ചടങ്ങിന്റെ ഭാഗമായി നടന്നു. കുന്നംകുളം ചെമ്മണ്ണൂരിൽ തെങ്ങ് മുറിക്കുന്നതിനിടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവാവിനെ കുന്നംകുളം അഗ്നിരക്ഷാസേന സാഹസികമായി രക്ഷിച്ച് താഴെയിറക്കി. കോട്ടപ്പടിയിൽ താമസിക്കുന്ന വയനാട് സ്വദേശി 35 വയസ്സുള്ള സുരേഷിനാണ് തെങ്ങ് മുറിക്കുന്നതിനിടയിൽ രക്തസമ്മർദ്ദം കുറഞ്ഞ് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. ഇതോടെ വിവരം അഗ്നിശമന സേനയെ അറിയിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജി അജീഷ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ ആദർശ് എന്നിവർ ചേർന്ന് ലാഡറിൽ കയറി യുവാവിനെ വലയുടെ സഹായത്താൽ അതിസാഹസികമായി താഴെയിറക്കി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡിക്സൺ മാത്യു, മറ്റ് ജീവനക്കാരായ രഞ്ജിത്ത്, ടോണി ജോസ്, പവിത്രൻ, മധുപ്രസാദ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം നെല്ലുവായ് തോട്ടിലെ തടയണയ്ക്ക് ഷട്ടർ സ്ഥാപിച്ചു. കുന്നത്തേരി നെല്ലുവായ് പാടശേഖരത്തിലെ നെൽകൃഷിക്ക് വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയാണ് തോട്ടിൽ തടയണ നിർമ്മിച്ചത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്താണ് തടയണയ്ക്കും ഷട്ടറിനും വേണ്ടി 16 ലക്ഷം രൂപ അനുവദിച്ചത്. ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജിന്റെ ആവശ്യപ്രകാരം 2 ഘട്ടങ്ങളായാണ് ഫണ്ട് വകയിരുത്തിയത്. കർഷകർക്ക് അനായാസം പ്രവർത്തിപ്പിക്കുന്നതിനായി ഫൈബർ ഷട്ടറാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് മെമ്പർമാരായ MK ജോസ്, NP അജയൻ എന്നിവരും പാടശേഖര സമിതി ഭാരവാഹികൾ നിർമ്മാണ പ്രവർത്തനം വിലയിരുത്താൻ സന്ദർശനം നടത്തി. തടയണയിലേക്ക് ഇറങ്ങുവാനാവശ്യമായ പടവുകളും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതായി VC ബിനോജ് മാസ്റ്റർ അറിയിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കുന്നത്തേരി പതിയാരം നെല്ലുവായ് പാടശേഖരത്തിലെ പ്രിയപ്പെട്ട കർഷകർക്കൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ പ്രദേശത്തെ ആളുകളുടെ ഏറെക്കാലത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹവും ആവശ്യവുമായിരുന്നു തടയണ എന്നുള്ളത്. ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2 പദ്ധതികളിലായി വെച്ചുകൊണ്ട് ഒരു തടയണ ഇവിടെ സാധ്യമാക്കിയിട്ടുള്ളത്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ അതിൻ്റെ മറ്റ് പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളും, 2ാം ഘട്ടത്തിൽ ഫൈബർ രീതിയിലുള്ള ഒരു തടയണ എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് സാധ്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ പ്രദേശത്തെ കർഷകർക്ക് ഗുണകരമാണെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്, വിശ്വാസത്തിലാണ് ഇത്തരമൊരു പദ്ധതിയിലേക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വന്നിട്ടുള്ളത്. ഇനിയും നിരവധി ആവശ്യങ്ങൾ ഈ പ്രദേശത്തെ കർഷകരുടെ മുമ്പിലുണ്ട്. ഇവിടേക്കൊരു കൈക്കോർക്കാം ലഹരിക്കെതിരെ. വായനയാകട്ടെ ലഹരി എന്ന സന്ദേശമുയർത്തി പാത്രമംഗലം തോന്നല്ലൂർ ഗ്രാമീണ വായനശാല മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് MP പ്രകാശ് അധ്യക്ഷനായി. എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ VJ അശ്വിൻ, പോലീസ് അക്കാദമി SI ഭുവനേശ്വർ എന്നിവർ ക്ലാസ് എടുത്തു. സെക്രട്ടറി KM ശ്രീദേവി, ഭരണസമിതി അംഗം വേണുവാര്യർ എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ BJP നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ നൈറ്റ് മാർച്ച് നടത്തും. ഏപ്രിൽ 2-നാണ് കുന്നംകുളത്ത് നൈറ്റ് മാർച്ച് നടത്തുക. മണ്ഡലം കമ്മിറ്റി നേതൃയോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത്. പുതിയതായി ചുമതല ഏറ്റെടുത്ത BJPയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർക്കും ജനറൽ സെക്രട്ടറിമാർക്കും യോഗത്തിൽ സ്വീകരണം നൽകി. മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് കുട്ടൻ, വിഗീഷ് അപ്പു, KS രാജേഷ്, സുഭാഷ് പാക്കത്ത് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ലയൺസ് ക്ലബ്ബിൽ ഡിസ്ട്രിക്ട് ജെയിംസ് വളപ്പിലയുടെ ഔദ്യോഗിക സന്ദർശനവും വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോസഫ് ജോൺ C, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺ KC, ഡിസ്ട്രിക്ട് ട്രഷറർ അഡ്വക്കേറ്റ് ജെറോം മഞ്ഞില, ഡിസ്ട്രിക്ട് ബുള്ളറ്റിൻ എഡിറ്റർ മുരളീധരൻ KM, റീജിയൻ ചെയർമാൻ ജ്യോതി സുരേന്ദ്രൻ, സോൺ ചെയർമാൻ ഗിൽബർട്ട് S പാറമേൽ, ക്ലബ്ബ് സെക്രട്ടറി സുജിക്സ് K അലക്സ്, ക്ലബ്ബ് ട്രഷറർ ജോസ് VV, ബിന്ദു അപ്പുമോൻ, KM അഷ്റഫ്, ശ്രീധരൻ നായർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുമായി ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് സൗജന്യമായി ഉപയോഗിക്കുന്നതിന് 2 ഓക്സിജൻ കോൺസെൻട്രേറ്റർ മെഷീനുകളുടെ ഉദ്ഘാടനവും ക്യാൻസർ മൂലം ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടപ്പ് രോഗികൾക്കായി കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററിലേക്ക് കോളോ ബാഗുകളുടെ വിതരണവും ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില നിർവഹിച്ചു.
കണ്ടാണിശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ സംഘടിപ്പിച്ച ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിൽ നിന്ന് മികവ് തെളിയിച്ച 5 വീടുകളെ ഗൃഹശ്രീ പുരസ്കാരം നൽകി ആദരിക്കുന്നു. പഞ്ചായത്ത് അംഗങ്ങൾ, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, CTS ശരത്, ആരോഗ്യ ശുചിത്വ കമ്മിറ്റി കൺവീനർമാർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ ഗൃഹശ്രീ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്ത വീടുകൾ പരിശോധിച്ചു. വാർഡ് മെമ്പർ, ആശാ ആരോഗ്യ പ്രവർത്തകർ, ആരോഗ്യ ശുചിത്വ കമ്മിറ്റി കൺവീനർ, ആരോഗ്യ ശുചിത്വ കമ്മിറ്റി അംഗം എന്നിവരടങ്ങുന്ന ജൂറിയാണ് വീടുകളെ തെരഞ്ഞെടുത്തത്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, ഹരിതകർമ്മസേനയ്ക്ക് അജൈവ മാലിന്യങ്ങൾ കൃത്യമായി കൈമാറ്റം ചെയ്യുന്നത്, ജൈവമാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനം ഉപയോഗിക്കുന്നത്, കുടിവെള്ള ശുചിത്വ സംരക്ഷണം തുടങ്ങിയ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പൊതു ആരോഗ്യ പരിപാടിയിൽ പുരസ്കാരം നൽകുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത അറിയിച്ചു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണവും റിലീഫ് വിതരണവും നടത്തി. ചിറക്കൽ അറഫ പാലസിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. സുബൈർ കോഴിക്കര ശിഹാബ് തങ്ങൾ അനുസ്മരണ പ്രഭാഷണവും മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി അംഗം കരീം പന്നിത്തടം ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടത്തി. റിലീഫ് വിതരണത്തിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് കോക്കൂർ നിർവഹിച്ചു. കിറ്റ് വിതരണം, ധനസഹായ വിതരണം, വസ്ത്രവിതരണം, ആടുവിതരണം എന്നിവ നടത്തി. മുൻ കാട്ടകമ്പാൽ പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റി പ്രസിഡന്റ് മർഹൂം EM മൊയ്തുണ്ണി ഹാജിയുടെ നാമധേയത്തിൽ ഫൈസി ബിരുദം നേടിയ ഫൈസി ചിറൻകാടിനെ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ മൊമന്റോ നൽകി ആദരിച്ചു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ജനറൽ കൺവീനർ അബ്ദുൾ ഗനി, കോൺഗ്രസ് മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് K ജയശങ്കർ, കേരള കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ബിജു പാപ്പച്ചൻ, കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് അംഗം MA അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ശങ്കരൻകാവ് മകരപ്പത്ത് ആഘോഷം എരുമപ്പെട്ടി വിഭാഗം പൂരാഘോഷ കമ്മിറ്റി ജീവൻ രക്ഷാ സംഘടനയായ എരുമപ്പെട്ടി ആക്ട്സിന്റെ പ്രവർത്തനങ്ങൾക്കായി ധനസഹായം നൽകി. ആക്ട്സ് പ്രസിഡന്റ് കാവിൽ നാരായണന് പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് NV സുരേഷ് ചെക്ക് കൈമാറി. സെക്രട്ടറി MK രാജേഷ്, ട്രഷറർ AK ജയൻ, കമ്മിറ്റി അംഗങ്ങൾ ആക്ട്സ് സെക്രട്ടറി PP പത്മദാസ്, ട്രഷറർ KA ഫരീദ് അലി, ഡ്രൈവർ ഷെഫീദ് എന്നിവർ സംബന്ധിച്ചു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി എളവള്ളി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഗ്രാമമായി പ്രഖ്യാപിച്ചു. മാലിന്യമുക്ത ഗ്രാമമായി എളവള്ളി ഗ്രാമപഞ്ചായത്തിനെ പ്രസിഡന്റ് ജിയോ ഫോക്സ് പ്രഖ്യാപിച്ചു. സർക്കാർ പറഞ്ഞ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. സർക്കാർ പറയാത്ത കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്തു. നേരത്തെ സൂചിപ്പിച്ച ഡയപ്പർ ഡിസ്ട്രോയർ എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി മാലിന്യമുക്ത നവകേരളത്തിൽ എളവള്ളിയുടെ സംഭാവനയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹരിതകേരളത്തിന്റെ 2 ദിവസത്തെ പരിപാടിയിൽ പ്രവർത്തനം അവതരിപ്പിക്കാനായി തീരുമാനിക്കപ്പെട്ട് പോയപ്പോൾ അവിടെ പ്രിന്റ് ചെയ്ത ഒരു പുസ്തകമുണ്ട്. കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ NB ജയ, ശ്രീബിത ഷാജി, MP ശരത് കുമാർ, സൗമ്യ രതീഷ്, ഷാലി ചന്ദ്രശേഖരൻ, രാജി മണികണ്ഠൻ, സനിൽ കുന്നത്തുള്ളി, സീമ ഷാജു, ജീന അശോകൻ, PM അബു, സുരേഷ് കരിമത്തിൽ, ലിസി വർഗീസ്, സെക്രട്ടറി തോമസ് രാജൻ, അസിസ്റ്റന്റ് സെക്രട്ടറി CS രശ്മി, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി, ഹെൽത്ത് ഇൻസ്പെക്ടർ PU ഉഗേഷ്, ഹരിത കേരളം ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഭവ്യ വിൻസാൽ, ശുചിത്വ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ P രുക്മ എന്നിവർ സംസാരിച്ചു. 32 അംഗ ഹരിതകർമ്മസേന ഹരിതമിത്രം ഗാർബേജ് ആപ്പ് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, തുമ്പൂർ മുഴി മോഡൽ മാലിന്യ സംസ്കരണ യൂണിറ്റ്, ബോട്ടിൽ ബൂത്തുകൾ, 2800 ബയോ ഡൈജസ്റ്റർ ബോട്ടുകളുടെ വിതരണം, ബയോഗ്യാസ് പ്ലാന്റുകളുടെ വിതരണം, കളക്ടേഴ്സ് അറ്റ് സ്കൂൾ, ഹരിത വിദ്യാലയങ്ങൾ, ഹരിത അയൽക്കൂട്ടങ്ങൾ, ഹരിത സ്ഥാപനങ്ങൾ, ഗോബർധൻ മെഗാ ബയോഗ്യാസ് പ്ലാന്റ്, എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്, പ്രധാന കവലകളിൽ ടൗൺ സ്ലീപ്പിംഗ്, സമ്പൂർണ്ണ CCTV ഗ്രാമം, റോഡരികിലെ പൊന്തക്കാടുകൾ നീക്കം ചെയ്യൽ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്ത് പൂന്തോട്ട നിർമ്മാണം, ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതി, ODF+ ഗ്രാമം, നിയമലംഘനങ്ങൾക്ക് പിഴ, വ്യാപാര സ്ഥാപനങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ എന്നീ പ്രവർത്തനങ്ങളാണ് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തത്. സംസ്ഥാനത്ത് ആദ്യമായി എളവള്ളി മോഡൽ ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റ് സ്ഥാപിക്കാനായത് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക പ്രശംസ നേടിയ പദ്ധതിയായിരുന്നു. സാമൂദ്രി കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകം വടക്കേ കോട്ടോൽ അസുര മഹാകാളൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് തുടക്കമായി.
ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം മഹാഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം എന്നിവ നടന്നു. തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭഗവാനും ഭഗവതിക്കും കലശം നടത്തി. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി BTV ശ്രീകുമാർ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഊരാളനായ കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകം ട്രസ്റ്റി ദിലീപ് രാജ സന്നിഹിതനായിരുന്നു. ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു. വൈകിട്ട് ഭജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ഭജനയുണ്ടായി. മേൽശാന്തി BTV ശ്രീകുമാർ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. പ്രതിഷ്ഠാദിനത്തിന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും ഭക്തജന സംഘം അംഗങ്ങളും നേതൃത്വം നൽകി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ UKG വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ സെറിമണി നടന്നു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനാ ഗാനത്തോടെ കോൺവൊക്കേഷൻ ചടങ്ങുകൾക്ക് തുടക്കമായി. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചീഫ് സയന്റിസ്റ്റ് പ്രൊഫസർ ഡോക്ടർ TV സജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, PTA പ്രസിഡന്റ് മുരളി, സ്കൂൾ പ്യൂപ്പിൾ ലീഡർ പ്രണവ് പ്രദീപ്, വിദ്യാർത്ഥികളായ രുദ്ര B ശ്രീധരൻ, അവനിക അനിരുദ്ധ് എന്നിവർ സംസാരിച്ചു. 2 വർഷക്കാലത്തെ വിദ്യാലയത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളെ പങ്കുവച്ചുകൊണ്ട് AD ദിശ, പൗർണമി R നായർ എന്നീ വിദ്യാർത്ഥികൾ സംസാരിച്ചു. ഗൗണും ക്യാപ്പും അണിഞ്ഞെത്തിയ വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റുകൾ നൽകി അനുമോദിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പുരോഗമന കലാസാഹിത്യ സംഘം കണ്ടാണിശ്ശേരി യൂണിറ്റ് കൺവെൻഷൻ നടന്നു. എക്സൽസിയർ LP സ്കൂളിൽ നടന്ന കൺവെൻഷൻ സാംസ്കാരിക പ്രവർത്തക ജൈന ചക്കാമഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഉമ്മർ ഇംബാർക്ക് അധ്യക്ഷനായി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ മലയാളം അധ്യാപകനും കവിയുമായ ബിജു ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം കുന്നംകുളം മേഖലാ സെക്രട്ടറി PT സുഭാഷ്, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, പഞ്ചായത്ത് അംഗം KK ജയന്തി, മുൻ സ്ഥിരം സമിതി ചെയർമാൻ VK ദാസൻ, യൂണിറ്റ് സെക്രട്ടറി C നാരായണൻ എന്നിവർ സംസാരിച്ചു. വ്യത്യസ്ത തലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും തൊഴിലുറപ്പിൽ 100 ദിവസത്തെ ജോലി പൂർത്തീകരിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ഗാനാലാപനം, വീരനൃത്തം, നാടൻ പാട്ടുകൾ എന്നിവ കൺവെൻഷനോടനുബന്ധിച്ച് അരങ്ങേറി. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ CLC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക CLC ദിനാഘോഷം സംഘടിപ്പിച്ചു. രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, CLC വൈസ് പ്രസിഡന്റ് ജോസഫ് ജോഷി എന്നിവർ സംസാരിച്ചു. ജൂനിയർ, സീനിയർ യൂത്ത് വിഭാഗങ്ങളിലെ CLC അംഗങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,245 രൂപ, പവന് 67,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 112 രൂപ. ചരമം കാണിപ്പയ്യൂർ മേൽവീട്ടിൽ പരേതനായ കുഞ്ഞുമോൻ മകൻ ചന്ദ്രബാബു നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചമ്മന്നൂർ LP സ്കൂൾ റോഡിൽ താമസിക്കുന്ന പരേതനായ പഷ്ണത്തുകായിൽ മുഹമ്മദ് കുട്ടി മകൻ ഏളാട്ടയിൽ അഷ്റഫ് നിര്യാതനായി. 60 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. മുഹമ്മദ് അലി, ബക്കർ, ഷെരീഫ്, റഷീദ്, സുഹറ, കുഞ്ഞുമോൾ, ഖദീജക്കുട്ടി, നഫീസക്കുട്ടി എന്നിവർ സഹോദരങ്ങളാണ്. കാവീട് പരേതനായ ചുങ്കത്ത് പാറേക്കാട്ട് ദേവസക്കുട്ടി മകൻ മാത്യു എന്ന കൊച്ചു മാത്യു നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം കാവീട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്നു. ജോർലി, ജോഷി, ജോമി എന്നിവർ മക്കളാണ്. എളവള്ളി കടുപ്പത്ത് ചാത്തുക്കുട്ടി മകൻ വാസു നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടന്നു. സുഗന്ധി ഭാര്യയും ആരന്തി, വൈഷ്ണവി എന്നിവർ മക്കളുമാണ്. കേരള കോൺഗ്രസ് എം നേതാവ് ചിറ്റാട്ടുകര പുലിക്കോട്ടിൽ ചിമ്മൻപോൾ ഭാര്യ ലൂസി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ലിജി റോയ്, ഷെറി ചാക്കോ, റെജി ജോഷി, ഷിബു പോൾ, ഷിജി വിൻസൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്രതശുദ്ധിയിൽ ചൈതന്യം നേടിയെടുത്ത മനസ്സുമായി ഇസ്ലാം സമൂഹം ചെറിയ പെരുന്നാൾ അഥവാ ഈദ് ഉൽ ഫിത്തർ ആഘോഷിച്ചു. ലഹരിവിരുദ്ധ സന്ദേശങ്ങൾക്ക് പ്രാധാന്യം നൽകി പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു.
പാലയൂർ മഹാതീർത്ഥാടനത്തിനോടനുബന്ധിച്ചുള്ള 26ാം ബൈബിൾ കൺവെൻഷന് തുടക്കം. തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ ബൈബിൾ പ്രതിഷ്ഠ നടത്തി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ സമരം 50ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ മുടിമുറിച്ച് നടത്തുന്ന പ്രതിഷേധത്തിന് പിന്തുണയുമായി ബി.ജെ.പി. ഗുരുവായൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ ബി.ജെ.പി. നേതാക്കൾ തലമുണ്ഡനം ചെയ്ത് ആശമാർക്ക് ഐക്യദാർഢ്യം അറിയിച്ചു. തലമുറകൾക്ക് മാതൃഭാഷയുടെ മാധുര്യം പകർന്ന ആൻഡു മാസ്റ്ററെ ദേശം ആദരിച്ചു. ആദരം മാതൃഭാഷയ്ക്കും ആൻഡുമാഷിനും എന്ന പേരിൽ മലയാള മഹോത്സവം, ഭാഷാഭിമാന അക്ഷരമാല, ശില്പസമർപ്പണം, പുസ്തക പ്രകാശനം, മലയാള തിലക സാക്ഷ്യപത്ര വിതരണം തുടങ്ങിയ പരിപാടികളോടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTVയെ നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിലും ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv. നമസ്കാരം.